കെഎസ്ആർടിസിയുടെ അഭിമാന നേട്ടമായി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രിക് ബസ് സർവീസിനെ തള്ളി കെ.ബി. ഗണേഷ് കുമാർ. ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളെ തുടർച്ചയായി തള്ളിപ്പറയുന്ന ഗണേഷ് കുമാറിന്റെ നിലപാട് പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെയുള്ള നിലപാട് ഇന്നും കെ.ബി. ഗണേഷ് കുമാർ ആവർത്തിച്ചു. ഓസിന് കിട്ടുന്നത് എന്ന് കരുതി ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാനാവില്ല. വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന പരിപാടിക്ക് താനില്ല. യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അല്ല കേരളം. ഡീസൽ വാഹനങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. 10 രൂപ ടിക്കറ്റ് നിരക്കിൽ യാത്ര അനുവദിക്കാനാകില്ല. നല്ല സൗകര്യം നൽകിയാൽ മലയാളി യാത്ര ചെയ്തുകൊള്ളും. വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന പരിപാടിക്ക് താനില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. വി അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ ഗതാഗത വകുപ്പ് കെ.ബി. ഗണേഷ് കുമാർ ഏറ്റെടുത്തതിന് ശേഷം അന്നു മുതൽ ഇന്ന് വരെയും ഇത്തരത്തിലുള്ള വാക്പോരുകൾ, അസ്വാരസ്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ മന്ത്രിക്കെതിരായി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ചില പരിഷ്കാരങ്ങൾക്കെതിരായുള്ള വിമർശനങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, വിമർശനങ്ങൾ എങ്ങനെയാണ്, പാർട്ടി ഇതിനോട് എടുക്കുന്ന നിലപാട് അതെങ്ങനെയാണ്? ആര്യ, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ കെഎസ്ആർടിസി വകുപ്പ് കെ.ബി. ഗണേഷ് കുമാർ ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കെഎസ്ആർടിസി നടപ്പാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങളെക്കുറിച്ചും കെഎസ്ആർടിസി എന്തുകൊണ്ട് ലാഭത്തിലാകുന്നതിൽ അദ്ദേഹത്തിന്റെ ചെറിയ നിഗമനങ്ങളെക്കുറിച്ചും പറഞ്ഞു തുടങ്ങിയിരുന്നു. വരുമാന ചോർച്ചയുണ്ടെന്ന ഒരു ആരോപണം അദ്ദേഹം വരുമാന ചോർച്ച ഉണ്ടാകുന്നു, അത് തന്റെ കണ്ടെത്തലാണ്, എല്ലാവരും അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അത് പിന്നീട് അത് വലിയൊരു രാഷ്ട്രീയവാദമായി കേരളത്തിൽ മാറുകയായിരുന്നു. പ്രത്യേകിച്ചും ആന്റണി രാജു, അതും ഇടതുമുന്നണി മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് പകരക്കാരനായാണ് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വന്നത്. സ്വാഭാവികമായും ആന്റണി രാജുവിന്റെ കാലത്ത് നടത്തിയ പരിഷ്കാരങ്ങൾ എല്ലാം അതിൽ പലതും പാളിപ്പോയി, തെറ്റുപറ്റി എന്ന ഒരു വിലയിരുത്തൽ കെ.ബി. ഗണേഷ് കുമാറിന് ഉണ്ട് തരത്തിലേക്ക് നിഗമനങ്ങൾ അല്ലെങ്കിൽ ആ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ഒരു പരിധിവരെ അത് ആന്റണി രാജു അതിനുശേഷം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലൊക്കെ കെ.ബി. ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് വലിയ വിവാദമായി മാറുമ്പോഴാണ് ഇടതുമുന്നണി നേതൃത്വം ഇടപെട്ട് ഇനി അത്തരം കാര്യങ്ങളിൽ രണ്ടുപേരും ചർച്ചയ്ക്ക് പോകുന്ന നിലപാട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വീണ്ടും കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത് സംസ്ഥാന സർക്കാർ വളരെ വലിയൊരു അഭിമാന പദ്ധതിയായി അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളിലൊന്നായി അവതരിപ്പിച്ച ഈ ഇലക്ട്രിക് ബസ്സാണ്. കേന്ദ്രത്തിന്റെ ജനറൽ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ബസ്സാണ്. പക്ഷേ സംസ്ഥാനത്ത് അത് ലഭിക്കുമ്പോൾ ചെറിയ വഴികളിൽ പോലും, ഒരുപക്ഷെ ബസ്സുകൾ ഒരിക്കലും കടന്നു പോകാത്ത വഴിയിൽ, ആരും പ്രതീക്ഷിക്കാത്ത ഇടവഴികളിൽ പോലും ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ, ഇലക്ട്രിക് ബസ്സുകൾ പോയി അത് വലിയ വരുമാനം കെഎസ്ആർടിസി ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു ജനകീയമായി വളരെ പെട്ടെന്ന് ബസ്സുകൾ നിറഞ്ഞു പോകുന്ന കാഴ്ചയുണ്ടായി. അത് വലിയ ആവേശമായി സർക്കാർ, മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യാത്ര ചെയ്തുകൊണ്ടുള്ള ഉദ്ഘാടനമാണ് ഇതിലുണ്ടായത്. അങ്ങനെ വന്ന ഒരു പദ്ധതി, ആ പദ്ധതിയാണ് ഇപ്പോൾ വളരെ അഭിമാനപൂർവ്വം സർക്കാർ കണ്ട ഒരു പദ്ധതിയാണ് പുതിയ മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ വന്നത് ഉടൻ തന്നെ തള്ളിപ്പറയുന്നത്. ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒട്ടും ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഇടമല്ല. അദ്ദേഹം ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഓഫീസിലെത്തി ചുമതല എടുക്കുമ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇലക്ട്രിക് ബസ് അത്ര ഗുണകരമാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണ്, ലാഭകരമല്ല, ഇലക്ട്രിക് ബസ്സുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ 10 രൂപ നിരക്കിൽ, 10 രൂപ ഒരുപക്ഷെ ഒരു സൗജന്യമായി കേന്ദ്രത്തിന് കിട്ടിയ ഒരു ബസ് അതിനെ ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ, കൂടുതൽ ആളുകളെ ഇതിലേക്ക് കയറാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, കെഎസ്ആർടിസി ജനകീയമാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയായി കൂടിയാണ് സർക്കാർ കണ്ടത്. പക്ഷേ അതിനെല്ലാം പാടെ തള്ളുകയാണ് കെ.ബി. ഗണേഷ് കുമാർ. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ കെഎസ്ആർടിസി മാനേജ്മെന്റ് അദ്ദേഹത്തെ പുതിയ തന്ത്രമാകാം. പക്ഷേ അത് സ്വാഭാവികമായി അത് വിലയിരുത്തപ്പെടുക ഒരു മന്ത്രി, അതും ഇടതു സർക്കാരിൽ ഒരു മന്ത്രി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്ത് നടത്തിയ ഒരു ഉദ്ഘാടനം, അവർ ആവേശപൂർവ്വം നടത്തിയ ഒരു യാത്ര, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേട്ടമായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയെ ഒരു പുതിയ മന്ത്രി കെഎസ്ആർടിസി തലപ്പത്ത് വരുമ്പോൾ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും മുന്നണിയിൽ ഇത് കൂടുതൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആന്റണി രാജു ഇക്കാര്യത്തിൽ വലിയ എതിർ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം സ്വാഭാവികമായി മുന്നണിയുടെ പ്രശ്നങ്ങളായി മാറരുത്. ആദ്യഘട്ടത്തിൽ തർക്കം വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു മുന്നണിയുടെ നിർദ്ദേശം നൽകിയിരുന്നു കാര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആന്റണി രാജു പിന്നീട് തുടർപ്രതികളിലേക്ക് പോകാത്തതാണ്. പക്ഷേ നിരന്തരം കെ.ബി. ഗണേഷ് കുമാർ ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളെ, സർക്കാർ അഭിമാന പദ്ധതിയെ പ്രഖ്യാപിച്ച കാര്യങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന സ്വാഭാവിക മുന്നണിക്കുള്ളൊരു അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 2022 ഓഗസ്റ്റിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ, ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ വരുന്നത്. ആദ്യമൊക്കെ എതിർപ്പ്, CI2 അടക്കം എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് വളരെ ജനകീയമായ, ഒരുപക്ഷെ കെഎസ്ആർടിസി അടുത്ത കാലത്ത് അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായി കൊണ്ടുവന്ന ഏറ്റവും ജനകീയമായ പരിഷ്കാരമായി ഇലക്ട്രിക് ബസ്സുകൾ മാറിയിരുന്നു. ലാഭനഷ്ടങ്ങൾ നോക്കി മാത്രമാണ് കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ ഈ നിലപാടെടുക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കെ.ബി. ഗണേഷ് കുമാർ നഷ്ടമാണെന്നാണ് പറയുന്നത്. പക്ഷേ പൂർണ്ണമായും ലാഭത്തിലോടേണ്ട ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ലാഭം മാത്രം നോക്കി
നടത്തേണ്ട ഒരു സർവീസ് ഒരു മേഖലയാണോ, ഒരു ഗതാഗത മേഖലയാണോ KSRTC? അതൊരു സർവീസാണ്. സ്വാഭാവികമായും KSRTC ഒരു സേവനം കൂടിയാണ്. ആ സേവനം ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഒരുപക്ഷെ ഇപ്പോഴും നമുക്ക് ഇവിടുന്ന് നിരത്തിലേക്ക് ഇറങ്ങിയാൽ തിങ്ങി നിറഞ്ഞ് ഇലക്ട്രിക് ബസ്സുകളിൽ ആളുകൾ പോകുന്നത് കാണാം. അത്തരമൊരു ബസ് സർവീസ് വേണ്ട, അത് നഷ്ടമെന്ന ഒരു മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും അത് ഇടതുമുന്നണിയുടെ നയത്തെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പരിഷ്കാരത്തെ ഒരു മന്ത്രി തന്നെ പരസ്യമായി ചോദ്യം ചെയ്യുകയാണ്. അതിൽ സർക്കാരിന് കൂടി അരുൺ, ഞാൻ അരുണിലേക്ക് എത്താം. ഇപ്പോൾ KSRTC ATUC പ്രതിനിധി MG രാഹുൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പരസ്യമായി തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുകയാണ്. മുൻ മന്ത്രിയുടെ പരിഷ്കാരങ്ങളെ പരസ്യമായി തന്നെ വിമർശിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത്. അതായത് അത് ഒട്ടും ലാഭകരമല്ല എന്ന് തന്നെ KB ഗണേഷ് കുമാർ പറയുന്നു. ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, അദ്ദേഹം പറഞ്ഞതിന് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളൊരു നിലയിലാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ നിർത്തും എന്ന് അദ്ദേഹം പറഞ്ഞതായി ഞാൻ അറിയുന്നില്ല. ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ല എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇന്നലത്തെ വാർത്തയിലൂടെ കണ്ടത്. ഇലക്ട്രിക് ബസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ നമ്മളാരും വാങ്ങിയതല്ല. അത് സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച, സൗജന്യമായി KSRTCക്ക് ലഭിച്ച ബസ്സുകളാണ്. അപ്പൊ ഇനിയും അതിന്റെ കുറച്ച് ബസ്സുകൾ കൂടി വരാനുണ്ട്. തിരുവനന്തപുരം നഗരം കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ ഒരു ലക്ഷ്യമായിരുന്നു സീറോ എമിഷൻ ഉള്ള ഒരു നഗരമായി തിരുവനന്തപുരം നഗരത്തെ മാറ്റണമെന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്നതിന്റെ ഒരു ഭാഗമായി നമുക്ക് അനുവദിക്കപ്പെട്ട ബസ് അത് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഓടുന്നു എന്നുള്ള കാര്യം അത് ലാഭകരമാണ്. സ്വാഭാവികമായി ഇലക്ട്രിക് ബസ്സുകൾ നമുക്ക് വൈദ്യുതി ചാർജിന്റെ കാര്യം, ഡീസലിന്റെ ചെലവും കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണ്. പക്ഷേ അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിലുള്ള പോയിന്റുകളെയാണ് നമ്മൾ പ്രത്യേകമായി എടുത്ത് പരിശോധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് KSRTCയെ പോലൊരു സംവിധാനത്തിന് ഒരു ഇലക്ട്രിക് ബസ് വാങ്ങി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയാത്ത ഒരു നിലയുണ്ട്. കാരണം 4 ബസ് വാങ്ങുന്ന വിലയാവും. 1,05,00,000 ഒക്കെയാണ് ഈ ചെറിയ ബസിന്റെ പോലും വില. സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്, നമ്മൾ ഒരു ഡീസൽ ബസ് സൂപ്പർ ഫാസ്റ്റ് ഇറക്കുകയാണെങ്കിൽ ഒരു 40 ലക്ഷം രൂപയ്ക്ക് 45 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഫുള്ളി ബിൽട്ടഡ് ബോഡി ബസ് നമുക്ക് ലഭ്യമാവും. ആ ഫുള്ളി ബിൽട്ടഡ് ബോഡി ബസ് ഒരു സൂപ്പർ ഫാസ്റ്റ് ഇറക്കി ഒരു ദിവസം നിരത്തിലൂടെ ഓടിയാൽ തിരിച്ച് അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു സിംഗിൾ ഡ്യൂട്ടിക്ക് 20,000 രൂപ 25,000 രൂപ വരുമാനം വരും. നേരെ കുറച്ച് 1,05,00,000 രൂപയ്ക്ക് ഒരു ബസ് വാങ്ങിച്ച് ഈ 10 രൂപയ്ക്ക് സർവീസ് നടത്തുമ്പോൾ ഒരു ബസിന്റെ ഒരു ദിവസത്തെ 12 മണിക്കൂർ തുടർച്ചയായി ഓടിയാലുള്ള വരുമാനം വെറും 5,000 മുതൽ 7,000 രൂപ വരെയാണ് ഏറ്റവും ഉയർന്ന വരുമാനം. അപ്പൊ ഇത് വരുമാനം KSRTC പൊതുവിൽ പ്രതിസന്ധിയാണ് എന്ന് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുമ്പോൾ KSRTCയുടെ ചില റൂട്ടുകൾ നഷ്ടത്തിലായിരിക്കാം, ചില റൂട്ടുകൾ നമുക്ക് ലാഭകരമായി നടത്താം. അപ്പൊ ഇത് പരസ്പരം ക്രോസ് സബ്സിഡിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. പക്ഷെ ഇവിടെ ജനങ്ങൾക്ക് കുറച്ചുകൂടി യാത്രാ സൗകര്യം പ്രദാനം ചെയ്യുന്നതിലേക്ക് വേണ്ടി 30 രൂപ ടിക്കറ്റിൽ ഇലക്ട്രിക് ബസ്സുകൾ, ഈ ഇലക്ട്രിക് ബസ്സുകളായിട്ടല്ല, ആദ്യം ഡീസൽ ബസ്സുകൾ തന്നെ സിറ്റി സർക്കുലർ സർവീസ് എന്ന നിലയിൽ ആരംഭിച്ചു. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു അത് അവധാനത ഇല്ലാത്തൊരു പരിപാടിയാണ്. കാരണം അത് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ്. അത് 10 രൂപയ്ക്കാണ് ഇപ്പോൾ ഓടുന്നത്. 30 രൂപയുടെ ടിക്കറ്റിന് പകരം 10 രൂപ 3 മാസത്തേക്ക് എന്ന് പറഞ്ഞു. 3 മാസത്തേക്കുള്ളത് 6 മാസത്തേക്കായി. 6 മാസത്തേക്കായപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ന് മന്ത്രിക്ക് MDക്ക് ഓരോ അവാർഡ് കിട്ടി. അവാർഡ് കിട്ടിയതോടുകൂടി പിന്നെ KSRTCക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല, അത് ആ നിലയിൽ തന്നെ ഓടിയാൽ മതി എന്നുള്ള നിലയിലേക്ക് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. കാരണം ഏറ്റവും എവിടെ പ്രതിസന്ധി വന്നാലും സർക്കാരിന് KSRTCയെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷെ അവിടെ നമുക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് KSRTC ബസ്സുകളിൽ ഒരുപക്ഷെ 30 രൂപയ്ക്കോ 40 രൂപയ്ക്കോ യാത്ര ചെയ്യാൻ കഴിയുന്ന ദൂരത്തേക്കുള്ള യാത്രക്കാർ പോലും 10 രൂപ കൊടുത്ത് ഈ ബസ്സിൽ, ഇലക്ട്രിക് ബസ്സുകളിൽ, ഈ സർക്കുലർ ബസ്സുകളിൽ കയറുമ്പോൾ അവിടെ KSRTCയുടെ ബസ്സുകൾക്ക് വരുമാന ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പൊ അതിനെ ആ രീതിയിൽ ഇതിന്റെ മോഡിഫിക്കേഷൻ വരുത്തണം. അതിനകത്ത് ഫെയർ 10 രൂപ റീസണബിൾ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇലക്ട്രിക് ബസ് ആയത് കാരണം 10 രൂപയ്ക്ക് ഓടിയാലും ലാഭകരമായിരിക്കാം. എന്നാലും അതിനെ മാറ്റണം. ഡീസൽ ബസ്സുകൾ ഓടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഇലക്ട്രിക് ബസ്സുകളിലൂടെ നമ്മൾ തിരിച്ചു പിടിക്കണം. ആരും അമിതമായ ഒരു യാത്രാ ചാർജ് ഈടാക്കണമെന്നല്ല, മറിച്ച് നിലവിൽ ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ ബസ്സുകളും ഓടുന്ന നിരക്കിലേക്ക് ഇതിന്റെയും നിരക്ക് സ്വാഭാവികമായി മാറണം എന്നുള്ളതായിരിക്കാം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പുതുതായി പണം കണ്ടെത്തി ഇലക്ട്രിക് ബസ്സുകൾ പോലെയുള്ള ഇത്രയും വലിയ ബസ്സുകളെ വാങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും അതിന്റെ ഭാഗമായി തന്നെയുണ്ട്. ഇതൊക്കെ അതിനെ എനിക്ക് തോന്നുന്നു ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ അതിന്റെ ഭാഗമായി, അന്നലത്തെ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും വളരെ നന്ദി ശ്രീ MG രാഹുൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മുൻ മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും KB ഗണേഷ് കുമാറിന്റെ വിമർശനം, അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നുവെന്ന് പരിശോധിച്ചു വരാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും വളരെ ട്രാഫിക് കുറവാണ്, വളരെ വിജനമായ സ്ഥലങ്ങളാണ്. കേരളം ആസ് ഒരു സിറ്റിയാണ്. നമ്മളെ ആളുകളെ കയറ്റുക എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഡ്രൈവർ ചവിട്ടി നിർത്തി ഗിയർ മാറി, ചവിട്ടി നിർത്തി ഗിയർ മാറി പോകാൻ പറ്റുന്നു. ഒരു ബസ്സിൽ എത്ര പേര് കയറി? ഇപ്പോൾ ഇവിടെ നിന്ന് 100 പേര് എന്നൊരു ബസ്സുമായിട്ട് എറണാകുളത്തേക്ക് പോവാണ്, ബാറ്ററി ബസ്സുമായിട്ട്. ഒരു 15 പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ നമുക്ക് ചേർത്തല ചെല്ലുമ്പോൾ സംഗതി അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ചരിത്രമാണ്, ഞാൻ ചുമ്മാ കുറ്റം പറയുന്നതല്ല, ഇത് ചരിത്രമാണ്, നടന്ന സംഭവമല്ലേ പറയുന്നത്. ഞാൻ മുൻകാലങ്ങളിൽ നടന്ന സംഭവമാണ്. ചേർത്തല ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും, കാരണം 15 നല്ല തടിയുള്ള ആൾക്കാർ, എന്നെ പോലെ തടിയുള്ള ആൾക്കാർ, നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ കയറിയാൽ അവിടെ നിൽക്കും, വെയിറ്റ് കൂടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഡീസൽ വെഹിക്കിള് പൂർണ്ണമായി ഒഴിവാക്കി എല്ലാം ഇലക്ട്രിക്കിലേക്ക് പോകാൻ ഇന്ത്യ സന്നദ്ധമായിട്ടില്ല, ഇന്ത്യ പോലും സന്നദ്ധമായിട്ടില്ല. നമ്മളിപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞെടുത്ത് വെളിയിലിടാൻ പറ്റില്ല, ചുമ്മാ കാശ് കിട്ടണ്ടേ. ഓടിക്കുന്നത് KSRTCയുമായി ചേർന്നല്ലേ ഷിഫ്റ്റ് ഓടിക്കുന്നത്. അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ KSRTCയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടുകയില്ല, അതംഗീകരിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ബസ്സിന്റെ കാശ് പോകുന്നില്ലേ, ഓട്ടോറിക്ഷക്കാർ കാശ് പോകുന്നില്ലേ, അത് ഓസിന് കിട്ടുക എന്ന് പറഞ്ഞതിന് മുമ്പും ഇതുപോലെ ബസ് ഓസിന് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം കട്ടപ്പുറത്തിരിപ്പുണ്ട്. കാട് കയറിയ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ. 1 കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ്? നമ്മുടെ ആരുടെ പണം, കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആരുടെ പൈസ ആവട്ടെ, ജനങ്ങളുടെ കാശല്ലേ. ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് ഈ KSRTCയുടെ ലാഭത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അത്തരത്തിലുള്ള നടപടിയുമായി അദ്ദേഹത്തിന് സ്വാഭാവികമായി മുന്നോട്ട് പോകാം. പക്ഷേ ഇത്തരത്തിൽ ഉള്ള ചില വാക്കുകൾ കൊണ്ടുള്ള പരാമർശങ്ങൾ, ഈ വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്ക് ഉടയ്ക്കുന്നത് ശരിയല്ല, ഓസിന് കിട്ടിയതാണെന്ന് കരുതി എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് ഉള്ള വാക്കുകൾ, പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് അത് ഈ മുൻ മന്ത്രിയെ ഉന്നം വെച്ചുള്ളതാണോ എന്നുള്ള സംശയം. അത്തരത്തിൽ പരസ്യമായുള്ള വിമർശനം മുൻ മന്ത്രിക്കെതിരെ നടത്തുന്നതിനെ പോലും പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ അത്തരത്തിൽ ഒരു വിഷമം ഉണ്ടാക്കുന്നത്, ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അല്ലേ? അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം UDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയെ KB ഗണേഷ് കുമാർ ഇടതു സർക്കാരിൽ മന്ത്രിയാകുമ്പോൾ എതിർക്കുന്നത് അങ്ങനെ കാണാനാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ചകൾക്ക് മുമ്പ് വരെ മന്ത്രിയായിരുന്ന ആളാണ് ആന്റണി രാജു, പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാലത്തെ പരിഷ്കാരങ്ങളെയാണ് ഇത്തരത്തിൽ ഗണേഷ് കുമാർ ഓസിന് കിട്ടിയ അല്ലെങ്കിൽ വഴിയിൽ കിടന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത്തരം പരാമർശങ്ങൾ ആരെ ലക്ഷ്യമിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആരെയാണ് KB ഗണേഷ് കുമാർ ആന്റണി രാജു ലക്ഷ്യമിട്ടില്ലെങ്കിലും സ്വാഭാവികമായി അതിൽ നിന്ന് കൊള്ളുക ആന്റണി രാജുവിനാണ്. അത്തരം ഒരു ഇതാണ് മുന്നണിക്കുള്ളിൽ ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും ആന്റണി രാജു ആദ്യഘട്ടത്തിൽ KB ഗണേഷ് കുമാറിന്റെ വരുമാന ചോർച്ച വിവാദത്തിൽ ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം മുന്നണി നിർദ്ദേശവും മുഖ്യമന്ത്രി നിർദ്ദേശവും ഒക്കെ പാലിച്ച് ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. പക്ഷേ KSRTCയെ ലാഭകരത്തിലാക്കുക, നഷ്ടമില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ആലോചന തീരുമാനമാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് KB ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഈ പരാമർശങ്ങൾ ആര് സൂചിപ്പിച്ച പോലെ അതിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ശൈലിയാണ്. ആ ശൈലി കൊണ്ട് എപ്പോഴും പണ്ട് മുൻകാലങ്ങളിലും ഒക്കെ KB ഗണേഷ് കുമാർ ഇത്തരം പരാമർശം നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മുന്നണിയിൽ അത്തരം ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആന്റണി രാജു ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും സ്വാഭാവികം അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആന്റണി രാജു കാലത്ത് കടുത്ത അതൃപ്തിയിലാണ്. മുന്നണി നേതൃത്വത്തിനെ അദ്ദേഹം ഈ വിഷയത്തിൽ സമീപിക്കുമെന്ന കാര്യമൊന്നും വ്യക്തമല്ല. അതുതന്നെയാണ്. പക്ഷേ KB ഗണേഷ് കുമാർ അതൊന്നും കാര്യമാക്കുന്നില്ല. KSRTCയെ എങ്ങനെയും ലാഭത്തിലാക്കുക അല്ലെങ്കിൽ നഷ്ടമില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതിന് ലക്ഷ്യമാണ്. അതിനുവേണ്ടി ചില നടപടികൾ കൈക്കൊള്ളേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ ഇത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അവിടെ ഓർക്കേണ്ടത് സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതി ജനങ്ങൾക്ക്, സാധാരണക്കാർ ജനങ്ങൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്ത് എന്ന് സർക്കാർ തന്നെ വിലയിരുത്തിയ പദ്ധതി. അതിനെയാണ് ഒരു മന്ത്രി മാറി ആഴ്ചകൾക്കപ്പുറം വരുന്ന മറ്റൊരു മന്ത്രി ഇത്തരത്തിൽ വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിരോധാഭാസമായി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ. തീർച്ചയായും അരുൺ തുടരുക. എന്തായാലും ഇപ്പോൾ CITU പ്രതിനിധി ഹരികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹരികൃഷ്ണൻ, എങ്ങനെയാണ് KB ഗണേഷ് കുമാറിന്റെ വാക്കുകളെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇത്തരത്തിൽ ഈ ഇലക്ട്രിക് ബസ് പരിഷ്കാരം തന്നെ വളരെ വലിയ അബദ്ധമായി പോയി എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വരുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അതിന്റെ വരവും
ആയി ബന്ധപ്പെടുത്തിയാണ് ഇത് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ്. അത് ഏത് സർവീസ് ആണെങ്കിലും നമ്മൾ ഇന്ധന ചെലവുമായി ബന്ധപ്പെട്ട് ബസിന്റെ കോസ്റ്റ് ഉണ്ട്, അതിനു പുറമെ മറ്റ് ചെലവുകളുണ്ട്. അതുമായി ആ വരുമാനം കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാവും. ഇന്ധന ലാഭം എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദം എന്നുള്ള നിലയ്ക്ക് ഇലക്ട്രിക് ബസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ പ്രശ്നം അതിന് ആനുപാതികമായി വരുമാനം ലഭിക്കണം. അപ്പൊ മികച്ച റൂട്ടുകൾ കണ്ടെത്തി അത് ഓടിക്കുക എന്നുള്ള സമീപനമായിരിക്കും അഭികാമ്യമെന്ന് തോന്നുന്നു. ഈ 10 രൂപ എന്നുള്ള നിരക്ക് അതൊരു കുറഞ്ഞ നിരക്കായതുകൊണ്ട് തന്നെ ആളുകളെ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി ഉയർന്ന നിരക്കിലേക്ക് പോകുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു സ്വീകാര്യത കുറയാൻ കൂടി കാരണമാകില്ലേ? അത് എന്തൊരു ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റേറ്റ് കുറച്ച് ആളെ കൂട്ടി ബസ് വ്യവസായം മുന്നോട്ട് പോകുമോ? ഡീസലാവട്ടെ, ഇലക്ട്രിക് ബസ് ആവട്ടെ, CNG ആവട്ടെ, ഏതും ആവട്ടെ, അത് കഴിയൂ. നാട്ടിൽ ചായക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണേ 10 രൂപയ്ക്ക് കിട്ടുമോ? ഇപ്പോ നിലവിൽ ചെലവിന് ആനുപാതികമായിട്ടുള്ള വർധനവല്ലേ ഉണ്ടാവേണ്ടത്. നിരക്ക് കുറച്ചാളെ കൂട്ടാൻ കഴിയുന്ന സ്ഥാപനമാണോ ബസ് വ്യവസായം, മോട്ടോർ വ്യവസായം? അതല്ല. കാലോചിതമായ മാറ്റം ഉണ്ടാവണോ? അങ്ങനെയൊക്കെ ആളെ കിട്ടിക്കളയും എന്നുള്ള ഒരു ന്യായമൊന്നുമല്ല. മികച്ച യാത്രാ സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ജനയാത്ര ചെയ്യാൻ സൗകര്യമാണ്. പ്രീമിയം തൽക്കാല ടിക്കറ്റ് ട്രെയിനിന് രാവിലെ എടുക്കുന്ന റേറ്റ് ആണോ വൈകിട്ട്? അല്ലല്ലോ. കൂടുതൽ കൊടുത്ത് യാത്ര ചെയ്യേണ്ട യാത്രാവശ്യം നിറവേറ്റേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യം നോക്കുന്നുണ്ട്. മികച്ച യാത്രാ സൗകര്യം കിട്ടുകയാണെങ്കിൽ ആളുകൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആ മികച്ച സേവനം ജനത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് KSRTCയുടെ ഉത്തരവാദിത്വം. എന്നാൽ പൊതുയാത്രാ സൗകര്യം എന്നുള്ള നിലയ്ക്ക് അത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ആകരുത്. വ്യവസ്ഥാപിതമായിട്ടുള്ള ടിക്കറ്റ് നിരക്കായിരിക്കണം. ആ ടിക്കറ്റ് നിരക്ക് ഇവിടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ആളെ കൂടുതൽ കയറ്റാമെന്നുള്ളതെല്ലാം ഒരുതരം ഒരു ശരിയായ ചിന്തയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. വ്യവസ്ഥാപിതമായ നിരക്കിൽ ഓടിയാലും കേരളത്തിൽ യാത്രക്കാർ കയറാൻ തയ്യാറാണ്. അവർക്ക് ആ യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് KSRTCയുടെ ഉത്തരവാദിത്വം. ശരി, വളരെ നന്ദി ശ്രീ ഹരികൃഷ്ണൻ പ്രതികരിച്ചത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.